എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേസിക് കുക്കിംഗ് സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ടാണ്. നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തുള്ളിയൊന്നും വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ മുട്ടക്കറി ഉണ്ടാക്കി കാണിക്കുന്നത്. പ്രഷർ കുക്കറിലാണ് നമ്മളിന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, പൊടിയായിട്ടോ നീളത്തിലോ നിങ്ങൾക്ക് അരിയാവുന്നതാണ്. ഇതിലേക്ക് വളരെ ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളിയുടെ പകുതിയാണ്, അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. ഒരുപാട് പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കുക. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് വഴട്ടൊന്നും വേണ്ട, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ച് നമ്മൾ ഒരു വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കണം. ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്ക് ഈ ഉള്ളി നന്നായിട്ട് വെന്ത് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം. അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം അടപ്പ് തുറക്കുക. ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിൽ നിന്നും കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാണ് ശരിയാക്കി എടുക്കുന്നത് നോക്കാം. നമ്മളൊരു പാത്രം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. കടുക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിവിടെ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മളിവിടെ 4 മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. തീ ഒന്ന് കുറച്ച് വെക്കുക, കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇപ്പോൾ നമ്മൾ വെന്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കിടന്ന് ഒന്ന് വഴണ്ട് വരണം. നിങ്ങൾക്ക് ആവശ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രേവി ആക്കി എടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. 1/2 കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഉപ്പ് നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ മുട്ടക്കറിക്കായാലും കടലക്കറിക്കായാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവസാനമായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഗ്രേവി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിത് വഴട്ടുമല്ല ചെയ്യുന്നത്, ഗ്രേവിയും അതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വഴറ്റേണ്ട ആവശ്യം ഈ മുട്ടക്കറിയിൽ വരുന്നില്ല. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 4 മുട്ട ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗ്രേവി നന്നായിട്ട് വറ്റിച്ച് നിങ്ങളുടെ ആവശ്യാനുസരണം ഉള്ള തിക്നെസ്സിൽ എടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും നീർദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഇത് സെർവ് ചെയ്തത് നീർദോശയുടെ കൂടെയാണ്. നീർദോശയുടെ റെസിപ്പി നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്